ഇന്ത്യയിലെ ഡ്രോണുകൾ പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നല്ല ക്യാമറകളുള്ള ഡ്രോണുകൾ ഇവിടെ പ്രവർത്തിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ അത് ഇവിടെ വർക്ക് ചെയ്യുന്നവരെല്ലാം ഗുരുതരമായി ബാധിക്കും. ആരും മൈൻഡ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഗവൺമെൻറ് പറയാണ് ഇനി മുതൽ ഇന്ത്യയിലെ ഡ്രോണുകൾ മതി എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ മിലിറ്ററിക്ക് വേണ്ടിയിട്ട് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന, ഇവിടെ സ്വന്തമായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു ഡ്രോണാണ്. പ്രത്യേകിച്ചും കഴിഞ്ഞ യുദ്ധത്തിന് ശേഷം വിദേശത്ത് നിന്ന് കണ്ടമാനം ഇന്ത്യൻ ഡ്രോണുകൾക്ക് ഓർഡർ ഉണ്ട്. വിദേശ ക്യാമറകൾ ഘടിപ്പിച്ചിട്ടുള്ള ഡ്രോണുകൾ ഇവിടെ ഉപയോഗിക്കാനുള്ള അനുവാദം കിട്ടിയില്ലെങ്കിൽ ഫിലിം മേഖലയിൽ, പരസ്യ മേഖലയിൽ നിരവധി പേർക്ക് തൊഴിൽ നഷ്ടങ്ങളുണ്ട്. ഏത് രംഗത്തും ഇന്ന് അനിവാര്യമായി നിൽക്കുന്ന ഒന്നാണ് ഏവിയേഷൻ ഷോട്ടുകൾ. പക്ഷേ ആ ഏവിയേഷൻ ഷോട്ടുകൾക്ക് ഇന്ന് സെൻട്രൽ ഗവൺമെൻറ് വലിയൊരു റെസ്ട്രിക്ഷൻ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരം റെസ്ട്രിക്ഷൻസ് ഏത് രീതിയിലാണ് ഡ്രോൺ ഓപ്പറേറ്ററുകളെ ബാധിക്കുന്നത് എന്ന് നമുക്ക് AXL ഡ്രോണിൻ്റെ ട്രെയിനറായ അനൂപ് സിംഗിനോട് ചോദിച്ചറിയാം. അപ്പം കേന്ദ്ര ഗവൺമെൻറ് ഒരു ഓർഡർ ഡ്രോണുകളുടെ റെസ്ട്രിക്ഷൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അത് എത്തരത്തിലാണ് ഡ്രോൺ ഓപ്പറേറ്ററുകളെ അല്ലെങ്കിൽ നിലവിൽ ഡ്രോണുകളെ അത് അഫക്റ്റ് ചെയ്യുന്നത്? നിലവിൽ ഇന്ത്യ ഗവൺമെൻറ് ഡ്രാഫ്റ്റ് സിവിൽ റെഗുലേഷൻ ആൻഡ് പ്രൊമോഷൻ എന്ന് പറയുന്ന ഒരു ഡ്രാഫ്റ്റ് ഇപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് ആവിഷ്കരിച്ചിട്ടുണ്ട്. അത് സെപ്റ്റംബർ 30 മുമ്പ് നമുക്ക് ഈ ഡ്രോണിനെ സംബന്ധിച്ചിട്ടുള്ള നമ്മളുടെ നിർദ്ദേശങ്ങൾ സമർപ്പിക്കാം. അപ്പോൾ ആ ഡ്രോണുകളുടെ നിർദ്ദേശങ്ങൾ അതിന് മുമ്പ് സമർപ്പിച്ചതിന് ശേഷം മാത്രമാണ് ഇന്ത്യ ഗവൺമെൻറ് അതിനൊരു റൂൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അത് സമർപ്പിക്കുമ്പോൾ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഇപ്പോൾ വേൾഡ് വൈഡായിട്ട് ഡ്രോണിനെ സംബന്ധിച്ച് ഇന്ത്യ ഗവൺമെൻറ്റിന് ഭയങ്കര ഡിമാൻഡ് ഉണ്ട്. ആ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചർ സെക്ഷൻ, ഡിഫൻസ് സെക്ഷൻ, കൊറിയർ സെക്ഷൻ, ഹെൽത്ത് കെയർ, അതുപോലെ മാപ്പിംഗ്, സർവേലൻസ്, ഇങ്ങനെ നിരവധി ഡിപ്പാർട്ട്മെൻറ്റിൽ 100-ലധികം കമ്പനികൾ ഇപ്പോൾ ഇതുവരെ ഇന്ത്യയിൽ ഡ്രോണുകൾ ഉൽപ്പാദിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതിനെയെല്ലാം പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഗവൺമെൻറ് ഡ്രോണുകൾക്ക് പുതിയൊരു നിയമം കൊണ്ടുവരുന്നത്. ആ നിയമം കൊണ്ടുവരുന്നതിന് മുമ്പ് പബ്ലിക് എന്ന് പറഞ്ഞാൽ പല മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നത് സിനിമയിലാണ്, മറ്റു പലരും വർക്ക് ചെയ്യുന്നത് സീരിയൽ, ഡോക്യുമെൻ്ററി, പരസ്യം, മൾട്ടിമീഡിയ രംഗത്ത്, ഏരിയൽ സിനിമാറ്റോഗ്രഫി എന്നുള്ള രീതിയിൽ നിരവധി പേര് സിനിമയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവരെല്ലാവരും ഈ നിയമം കൊണ്ടുവരുന്നതിന് മുമ്പ് തങ്ങൾക്കുള്ള നിർദ്ദേശങ്ങൾ, അതായത് പുതിയ നിയമം കൊണ്ടുവരുമ്പോൾ ഓരോ ഡ്രോണുകളുടെ കാറ്റഗറി പറയുമ്പോൾ തങ്ങൾക്കുള്ള നിർദ്ദേശങ്ങൾ ഗവൺമെൻറ്റിലേക്ക് സമർപ്പിക്കാനുള്ള ഇമെയിൽ കാര്യങ്ങൾ ഗവൺമെൻറ് ഈ സർക്കുലറിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ചെയ്യാൻ വൈകിക്കഴിഞ്ഞാൽ ഇൻ കേസ് നമ്മൾ ഇന്ത്യയിലെ ഡ്രോണുകളെ പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നല്ല ക്യാമറകളുള്ള ഡ്രോണുകൾ ഇവിടെ പ്രവർത്തിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ അത് ഇവിടെ വർക്ക് ചെയ്യുന്നവരെല്ലാം ഗുരുതരമായി ബാധിക്കും. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. 30-ാം തീയതിക്ക് മുമ്പ് തന്നെ ഈ മൾട്ടിമീഡിയ രംഗത്തുള്ള എല്ലാവരും, ന്യൂസ് രംഗത്തുള്ള എല്ലാവരും, സിനിമാ രംഗത്തുള്ള എല്ലാവരും, ഡോക്യുമെൻ്ററി, സീരിയൽ, യൂട്യൂബ് എന്നുള്ള രീതിയിൽ വർക്ക് ചെയ്യണ എല്ലാവരും തന്നെ ഞാൻ ആ രംഗത്ത് വർക്ക് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് പറയണു, നമ്മളെ നിർദ്ദേശങ്ങൾ സമർപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. അത് സമർപ്പിച്ച് കഴിഞ്ഞില്ലെങ്കിൽ ആരും മൈൻഡ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഗവൺമെൻറ് പറയാണ് ഇനി മുതൽ ഇന്ത്യയിലെ ഡ്രോണുകൾ മതി എന്ന് പറഞ്ഞാൽ ആ ഡ്രോണുകളിലുള്ള ക്യാമറകൾ ഡെവലപ്പ് ചെയ്യാനുള്ള സംവിധാനം ഇതുവരെ ഇന്ത്യൻ ക്യാമറകൾ വന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ പേരിൽ അത് ഗുരുതരമായി ബാധിക്കാൻ സാധ്യതയുള്ളതിൻ്റെ പേരിൽ 30-ാം തീയതിക്ക് മുമ്പ് തന്നെ എല്ലാവരും ആ ഇമെയിലിൽ സ്വന്തമായ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ എല്ലാം കൊടുക്കുന്നത് നന്നായിരിക്കും. വിദേശ രാജ്യങ്ങളിൽ നിന്ന് 2021 ഇന്ത്യ ഗവൺമെൻറ് ആദ്യമായിട്ട് ഡ്രോണിനൊരു നിയമം കൊണ്ടുവന്നത്. DGCA റൂൾസ് 2021 എന്നാണ് ആ ഡ്രോൺ റൂൾസിൻ്റെ പേര്. അതിൽ നാനോ, മൈക്രോ, സ്മോൾ, മീഡിയം എന്നുള്ള 4 കാറ്റഗറിയിൽ ഡ്രോണിനെ തരംതിരിച്ചിട്ട് അതിൽ നാനോ എന്നുള്ള കാറ്റഗറി ഈ ഡ്രോണാണ്. ഇതാണ് 250 ഗ്രാമിൽ താഴെയുള്ള ഡ്രോണാണത്. ഇത് പറത്തുന്നതിന് നമുക്ക് പ്രത്യേകിച്ച് ലൈസൻസ് ആവശ്യമില്ല. ഇത് പറത്താനായിട്ട് പൈലറ്റ് ലൈസൻസ് എടുക്കേണ്ട ആവശ്യമില്ല, ഡ്രോൺ രജിസ്ട്രേഷനും ആവശ്യമില്ല. ഇതിന് മുകളിലുള്ള കാറ്റഗറിയിലുള്ളത് 250 ഗ്രാം മുതൽ 2 കിലോ വരെയുള്ള ഡ്രോൺ ഫ്ലൈ ചെയ്യണമെങ്കിൽ ഡ്രോണിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ ആവശ്യമുണ്ട്, പൈലറ്റ് ലൈസൻസ് ആവശ്യമുണ്ട്. 2 കിലോ മുതൽ 25 കിലോ വരെയുള്ള ഡ്രോണാണ് ഈ കാറ്റഗറിയിൽ ഇരിക്കുന്നത്. ഇത് സിനിമയിൽ ഉപയോഗിക്കുന്ന ലേറ്റസ്റ്റ് DJI Inspire 3 എന്നുള്ള ഡ്രോണാണ്. അത് ഉപയോഗിക്കണമെങ്കിൽ സ്മോൾ കാറ്റഗറിയിൽ ലൈസൻസ് ആവശ്യമുണ്ട്. ഇത് കൂടാതെ 25 കിലോ മുതൽ 150 കിലോ വരെയുള്ള ലാർജ് കാറ്റഗറിയിൽ വരുന്ന ഡ്രോണുണ്ട്, അതിനും ലൈസൻസ് ആവശ്യമുണ്ട്. അപ്പോൾ ഈ ഡ്രോൺ മുതൽ ഇതിന് മുകളിലുള്ള എല്ലാ ഡ്രോണുകളും ഫ്ലൈ ചെയ്യുന്നതിന് ലൈസൻസ് ആവശ്യമുണ്ട്. ആ ഒരു നിയമം വന്നതിൻ്റെ കൂടുതൽ ബലം വന്നിരിക്കുന്നത്
ഇത് കൂടുതൽ ഇന്ത്യൻ കമ്പനികൾ ധാരാളം വന്നു കഴിഞ്ഞു. ഇപ്പോൾ ഇന്ത്യയിൽ 20% ഗ്രോത്താണ്. നമ്മൾ ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്താൽ ഡ്രോണിൻ്റെ ഒരു ഇൻഡസ്ട്രിയിൽ ധാരാളം ഡ്രോൺ മാനുഫാക്ചറിങ് കമ്പനികൾ ഇവിടെ വന്നിട്ടുണ്ട്. ആ കമ്പനികളെ പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ വലിയൊരു വിഭാഗം ഡ്രോണിൻ്റെ കമ്പനികൾക്ക് വേണ്ടിയിട്ട് പ്രൊമോഷൻ കൊടുക്കുന്നുണ്ട്. ഇത് ഇവിടുത്തെ ഈ ആക്സൽ ഡ്രോൺ എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിൽ സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന GPS സിസ്റ്റമാണ്. ഇതുപോലത്തെ സംവിധാനങ്ങൾ ഈ കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരം ഒരു കമ്പനി സ്വന്തമായിട്ട് പ്രൊഡക്റ്റ്, സ്വന്തമായിട്ട് മദർ ബോർഡ് ഉപയോഗിച്ചിട്ട് ഒരു ഡ്രോൺ ഉൽപ്പാദിപ്പിക്കുന്ന ആദ്യത്തെ ഒരു കമ്പനിയാണ് ആക്സൽ ഡ്രോൺസ്. ഞാനിവിടുത്തെ ഫ്ലൈയിങ് ട്രെയിനിങ് കൊടുക്കുന്ന ഒരു വിഭാഗം ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഡ്രോണുകൾ ഇതിപ്പോൾ മിലിറ്ററിക്ക് വേണ്ടിയിട്ട് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന, ഇവിടെ സ്വന്തമായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു ഡ്രോണാണത്. ഇത് മിലിറ്ററിക്ക് വേണ്ടി ഇവിടെ ഇപ്പോൾ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇതുപോലെ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഇന്ത്യൻ കമ്പനികൾ ഡ്രോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അവരെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് ഈ റൂൾസ് കൊണ്ടുവന്നത്. ഈ റൂൾസിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ധാരാളം സ്റ്റാർട്ടപ്പ്, പ്രത്യേകിച്ചും കഴിഞ്ഞ യുദ്ധത്തിന് ശേഷം വിദേശത്തുനിന്ന് കണ്ടമാനം ഇന്ത്യൻ ഡ്രോണുകൾക്ക് ഓർഡർ ഉണ്ട്. ആ ഡ്രോണുകൾ ആവശ്യമായുള്ള ഓർഡറുകൾ ചെയ്തു കൊടുക്കാൻ പറ്റാത്ത അത്രയും ഓർഡറുകളുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ വലിയൊരു വിപ്ലവമാണ് ഡ്രോണിൽ വരാൻ പോകുന്നത്. അതിന് ഭാഗമായി ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഈ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഡ്രോണുകൾ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഇന്ത്യ ക്യാമറകൾ ഉൽപ്പാദിപ്പിക്കാത്തതിൻ്റെ പേരിൽ അതിന് നമ്മൾ ഒരു ഗവൺമെൻറ്റിലേക്ക് ശ്രദ്ധ കൊടുത്താൽ ഈ നിയമത്തിൽ ആ ഡ്രോണുകൾ കൂടി ഇവിടെ ഉപയോഗിക്കാൻ, ഇത് വരുന്നത് ഒരു ഉപയോഗിക്കാൻ അനുവാദം കിട്ടും. അപ്പോൾ നിലവിൽ കേരളത്തിൽ ഒരു ഡ്രോണുകളിലും ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ക്യാമറയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നൊരു ഇതില്ല. കേരളത്തിൽ എന്നല്ല, നമ്മൾ ഈ ഡ്രോണുകളുടെ കാര്യത്തിൽ പേലോഡ് വ്യത്യസ്തമാകുമ്പോഴാണ് ഡ്രോണിൻ്റെ ഫീച്ചറുകൾ മാറുന്നത്. ഈ പേലോഡ് എന്നത് ക്യാമറ വരുമ്പോൾ വെറുതെ ക്യാമറ ഫ്ലൈ ചെയ്യുക എന്നുള്ളതല്ല. ഈ ക്യാമറ നിലത്തുനിന്ന് മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ക്യാമറയുടെ ഐറിസ്, അപ്പാർച്ചർ, ക്യാമറയുടെ സെറ്റിങ്സ് എല്ലാം അടിയിലത്തെ റിമോട്ടിൽ തന്നെ കൺട്രോൾ ചെയ്യണം. ആ ഓപ്ഷൻ വരണമെങ്കിൽ ഫസ്റ്റ് തന്നെ ഇന്ത്യൻ ക്യാമറ വരണം. ഇന്ത്യയിൽ ക്യാമറ ഇതുവരെ ഒരു കമ്പനിയുടെയും ഇന്ത്യയുടെ ക്വാളിറ്റിയുള്ള ക്യാമറ ഉൽപ്പാദിപ്പിച്ചിട്ടില്ല. ഇപ്പം നമ്മളിവിടെ ഈ ഡ്രോണിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഈ ക്യാമറ അമേരിക്കൻ കമ്പനിയുടെയാണ്, ഇന്ത്യൻ കമ്പനിയുടെ ക്യാമറയല്ല. ഇത് ഇന്ത്യ ഡ്രോണാണ്, പക്ഷേ ഈ ക്യാമറ അമേരിക്കൻ കമ്പനിയാണ്. ഈ ഡിസൈൻ എല്ലാം നമ്മൾ ഇവിടെ ചെയ്യുന്നതാണ്. ഇവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ള കസ്റ്റം ഡ്രോണുകൾ ബിൽഡ് ചെയ്ത് കൊടുക്കുന്ന ഒരു സ്ഥാപനമാണിത്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഡ്രോൺ വേണമെന്ന് ഇവിടെ ഫീച്ചർ കൊടുത്താൽ നമുക്ക് ഇന്ന ഫീച്ചർ വേണമെന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് ഡിസൈൻ ചെയ്ത് തരും. പക്ഷേ ക്യാമറ വരുന്നത് നമ്മൾ അമേരിക്കയുടെ ക്യാമറയാണ് വരുന്നത്. ഈ ക്യാമറ വെച്ചാണ് എല്ലാ കമ്പനിക്കാരും അമേരിക്കയുടെ, ചൈനയുടെ, വേറെ വിദേശ രാജ്യങ്ങളുടെ ക്യാമറയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഡ്രോണിന് റെസ്ട്രിക്ഷൻ വരുമ്പോൾ വിദേശ രാജ്യങ്ങളിലെ ക്യാമറകൾ ഇവിടെ ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് വരാൻ പാടില്ല. രണ്ടും കൂടി മിക്സ് ആവാൻ പാടില്ല. ഡ്രോണിന് നമ്മൾ പ്രൊമോഷൻ കൊടുക്കണം. അതിനോടൊപ്പം തന്നെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഇന്ത്യൻ ക്യാമറകൾ ഇറങ്ങാത്തിടത്തോളം വിദേശ ക്യാമറകൾ ഘടിപ്പിച്ചിട്ടുള്ള ഡ്രോണുകൾ ഇവിടെ ഉപയോഗിക്കാനുള്ള അനുവാദം കിട്ടിയില്ലെങ്കിൽ ഫിലിം മേഖലയിൽ, പരസ്യ മേഖലയിൽ നിരവധി പേർക്ക് തൊഴിൽ നഷ്ടങ്ങൾ വരും. ഇന്ത്യൻ മെയ്ഡ് ഡ്രോണുകൾക്കാണ് സാധ്യത. ആ ഡ്രോണുകളിൽ ഇന്ത്യൻ ക്യാമറകൾ വരുന്നത് വരെ വിദേശ ക്യാമറകൾ ഇവിടെ ഉപയോഗിക്കാൻ അനുവാദം കൊടുത്തില്ലെങ്കിൽ, ഇപ്പോൾ ഈ ക്യാമറ എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ ചെറിയൊരു ക്യാമറയാണെങ്കിൽ ഇതിൻ്റെ വില വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഈ ഇരിക്കുന്ന ക്യാമറ എന്ന് പറഞ്ഞാൽ DJI Inspire 3 എന്നുള്ള 8K റെസൊല്യൂഷനുള്ള ക്യാമറയാണ്. ആ ക്യാമറയാണ് വേൾഡ് വൈഡായിട്ട് 70%-നേക്കാൾ കൂടുതൽ ഉപയോഗിക്കുന്നത്. വേൾഡ് വൈഡായിട്ട് സിനിമയിൽ ഈ ഡ്രോൺ Inspire 3 ആണ് ഉപയോഗിക്കുന്നത്. ആ ക്യാമറ ഉള്ള ഡ്രോൺ ഇവിടെ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ നിരവധി ഇപ്പം ഇറങ്ങിയിട്ടുള്ള, ഇപ്പം ഈ ഡ്രോണിൽ മാത്രം ഞാൻ ഒരു 46ഓളം സിനിമകൾ 2023 ശേഷം പണി എന്നുള്ള പടത്തിലായിരുന്നു ഫസ്റ്റ് ഞാൻ ചെയ്തത്. സിംഗേട്ടൻ, ഞാൻ ചോദിച്ചോട്ടെ, അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഇവിടുത്തെ ഡ്രോൺ ഓപ്പറേറ്റേഴ്സ് എല്ലാവരും തന്നെ ഇന്ത്യൻ മെയ്ഡ് ക്യാമറ ആവശ്യപ്പെട്ടാൽ മാത്രമേ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് ഓർഡറിൽ അത് നമുക്ക് മാറ്റം കൊണ്ടുവരാൻ പറ്റൂ. അതാണൊരു പ്രശ്നം. അതായത് ഗവൺമെൻറ് ഓർഡർ എന്താണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല. ഇന്ത്യൻ ക്യാമറകൾ ഇറങ്ങുന്നത് വരെ വിദേശ ക്യാമറകൾ ഉപയോഗിക്കാനുള്ള അനുവാദം നമ്മൾക്ക് കൊടുത്തില്ലെങ്കിൽ ഇത്രയും ഹൈ ക്വാളിറ്റി എന്നുള്ള രീതിയിൽ സിനിമയിൽ ബാക്കിയുള്ള ക്യാമറകൾ അലക്സ മിനി LF, സോണിയുടെ വെനീസ് 2, അതുപോലെ ഏറ്റവും ഹൈ എൻഡ് ക്യാമറകളാണ് സിനിമയിൽ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഈ ഡ്രോണിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു 20 മിനിറ്റ് ഫൂട്ടേജ് എന്ന് പറഞ്ഞാൽ അത് 1 TB ഫൂട്ടേജ് അത്രയും ഫയൽ സൈസ് കൺസ്യൂം ചെയ്യും. അത്ര ഹെവി ഡാറ്റ കൊടുക്കുമ്പോൾ ഈ സോണി വെനീസ് 2, അലക്സ മുതലായ വലിയ ഗ്രൗണ്ട് ക്യാമറകളൊപ്പം തന്നെ ഈ ഫയൽ എഡിറ്റിംഗ് ടേബിളിൽ കൊണ്ടുവയ്ക്കുമ്പോൾ അത്രയും ക്വാളിറ്റിയിൽ വരും.
അപ്പോൾ ഈ ഒരു സാധനം നിൽക്കുമ്പോൾ ഇത് നിയമം വരുമ്പോൾ ഈ കാര്യം കൂടി നമുക്ക് ഉപയോഗിക്കാൻ അനുവാദം കിട്ടിയില്ലെങ്കിൽ അവർ പറയാണ് നമ്മൾക്ക് ഫോറിൻ ക്യാമറ ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പെട്ടുപോകും. കാരണം പിന്നീട് നമ്മൾക്ക് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ വേൾഡ് വൈഡായിട്ട് പലരും അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിയും അഭിനേതാക്കളും എല്ലാം ഉള്ള ഇൻഡസ്ട്രിയാണ്. ആ ഇൻഡസ്ട്രിയിൽ 2014 ശേഷം നിരവധി സിനിമകളിൽ മനോഹരമായ ഡ്രോൺ കാഴ്ചകൾ കാണാം. 2014 മുമ്പും സിനിമയിൽ ഏരിയൽ സിനിമാറ്റോഗ്രാഫി ഉണ്ടായിരുന്നു, പക്ഷെ അത് ഒരു ഹെലികോപ്റ്ററിൽ ഡ്രോൺ ക്യാമറ കയറ്റി വെച്ചിട്ടുള്ള രീതിയിലായിരുന്നു. പകരം ഇത്തരം ഡ്രോണുകൾ വന്നതിന് ശേഷം, DJയുടെ ഡ്രോണുകൾ വന്നതിന് ശേഷമാണ് കൂടുതലായിട്ടും മനോഹരമായ ഷോട്ടുകൾ നിരവധി സിനിമയിൽ വന്നത്. അതും കൂടി ഈ ഗവൺമെൻറ് ശ്രദ്ധയിൽ വന്നില്ലെങ്കിൽ നമ്മളത് എല്ലാവരും കൂടിയിട്ട്, മീഡിയ രംഗത്തുള്ള എല്ലാവരും കൂടി സെപ്റ്റംബർ 30 മുമ്പ് നമ്മളെ നിർദ്ദേശങ്ങൾ എന്താണെന്നുണ്ടെങ്കിൽ നമ്മളെ അഭിപ്രായങ്ങളും ഇന്ത്യ ഗവൺമെൻറ്റിലേക്ക് പുതിയ റൂൾസ് ഉണ്ടാക്കുന്നതിനേക്കാൾ മുമ്പ് കൊടുത്തില്ലെങ്കിൽ നമുക്ക് പിന്നീട് ഈ ഡ്രോണുകൾ മേടിച്ചവർ കഷ്ടപ്പെടും. അതുമാത്രമല്ല സിനിമ ഇൻഡസ്ട്രിയിൽ മനോഹരമായ ഡ്രോൺ ഷോട്ടുകൾ എടുക്കാനായിട്ട് വലിയ എക്സ്പെൻസായി മാറും. അതാണ് എൻ്റെ പ്രധാനപ്പെട്ട അഭിപ്രായം. ഇത് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ബിൽഡ് ചെയ്യുന്ന ഡ്രോണാണ് AXL-ൻ്റെ. ഇതിൽ നമുക്ക് ഈ അഗ്രികൾച്ചർ പർപ്പസിനാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇതിൽ നമ്മൾ മരുന്ന് തെളിക്കുക, വലിയ വലിയ ഫാമുകളിൽ ഒക്കെ ഉപയോഗിക്കാനാണ്. ഏകദേശം ഒരു 40-45 മിനിറ്റോളം ഫ്ലൈയിങ് ടൈം കിട്ടുന്ന ബാറ്ററി നമുക്കുണ്ട്. ഇതാണ് ഇവിടുത്തെ ഒരു വലിയ ഡ്രോണായിട്ട് നമ്മുടെ കയ്യിലുള്ളത്. പിന്നെ ഈ ഡ്രോൺ എന്ന് പറഞ്ഞാൽ ഇതിൽ നമുക്ക് പേലോഡ് ഡെലിവറിയാണ് ഉദ്ദേശിക്കുന്നത്. പേലോഡ് ഇവിടെ നിന്ന് ഒരു സാധനം കയറ്റിയിട്ട് നമുക്ക് വേറെ സ്ഥലത്തേക്ക് ഒരു മലയുടെ അടിഭാഗത്ത് നിന്ന് മുകളിലേക്ക് കൊറിയർ ചെയ്യുക. അത്തരം കാര്യങ്ങളാണ് ഈ ഡ്രോണിൽ ചെയ്യുന്നത്. ഇത് സിനിമയിൽ വേണമെങ്കിൽ ഉപയോഗിക്കാവുന്ന, ഇതിൻ്റെ പേലോഡുകൾ മാറ്റി വയ്ക്കാവുന്ന ഒരു ഡ്രോണാണിത്. ഇതിൻ്റെ അടിയിൽ ഇരിക്കുന്നത് ലൈറ്റുകളാണ്. ആ ലൈറ്റ് ഏകദേശം 30,000 ഇല്യൂമിനൻസ് വരെ ലൈറ്റ് ആണ് ആയിരിക്കുന്നത്. നമുക്കത് മാറ്റിയിട്ട് വേറെ പേലോഡാക്കാം. അപ്പോൾ നമ്മളൊരു ബോട്ടിൽ ഷൂട്ട് നടത്തണമെങ്കിൽ, ഞാനിപ്പോൾ സിനിമയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, ഒരു ബോട്ടിൽ ഷൂട്ടിങ് നടത്തണമെങ്കിൽ ആ ബോട്ടിലേക്ക് നമുക്ക് ലൈറ്റപ്പ് ചെയ്യണം. ഒരു ചെറിയൊരു കായലിലാണ് ഷൂട്ട്, ഒരു വഞ്ചി ഉണ്ട്, ആ വഞ്ചിയുടെ ഉള്ളിൽ ആക്ടിവിറ്റി രാത്രി നടക്കുന്നു. അവിടെ ഒരു ഷൂട്ട് ചെയ്യണമെങ്കിൽ അവിടേക്ക് നമുക്ക് ലൈറ്റ് എത്തിക്കാൻ, ഇപ്പോൾ നമുക്ക് പുന്നമട കായലിലെ ഉൾഭാഗത്താണ് ഷൂട്ട്, അവിടേക്ക് ലൈറ്റ് എത്തിക്കാൻ പറ്റില്ലെങ്കിൽ വേറെ കുറേ വഞ്ചികളിട്ട് വേണം ലൈറ്റ് ചെയ്യണമെങ്കിൽ. ഈ ഒരു സംവിധാനം വെച്ച് നമുക്ക് ആ ബോട്ടിൽ ആ സ്പോട്ടിലേക്ക് മാത്രം ലൈറ്റ് കൊടുത്ത് ഈ ഡ്രോൺ 50 മിനിറ്റോളം, 40 മിനിറ്റ് മുതൽ 50 മിനിറ്റ് വരെ കാറ്റില്ലെങ്കിൽ ഫ്ലൈ ചെയ്ത് നിൽക്കും. നമുക്ക് ആ ബോട്ടിലത്തെ ഷൂട്ട് ഈ ഡ്രോൺ ഫ്ലൈ ചെയ്തുകൊണ്ട് ലൈറ്റപ്പിന് വേണ്ടിയിട്ട് ഈ ഡ്രോൺ ഉപയോഗിക്കാം. അതല്ലാതെ ഇതിൽ പേലോഡുകൾ മാറ്റി വേറെ ആയിട്ട് 3 തരം ഡ്രോണുകൾ ഈ വലുപ്പത്തിലുള്ളതുണ്ട്. ഈ ഡ്രോൺ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ സ്വന്തമായിട്ട് മാനുഫാക്ചർ ചെയ്ത്, സ്വന്തമായി ഡിസൈൻ ചെയ്ത്, ഇതിൻ്റെ ബോർഡ് GPS എല്ലാം നമ്മുടെ സ്വന്തമാണ്. ഈ ഡ്രോണ് 10 കിലോമീറ്റർ ഡിസ്റ്റൻസ് വരെ പോകുന്നതാണ്. ഇതിൻ്റെ ഫ്ലൈറ്റ് ടൈം ഇതുപോലെ തന്നെ 50 മിനിറ്റോളം നമുക്ക് ഫ്ലൈറ്റ് ടൈം കിട്ടും. നമുക്ക് ഇത് മിലിറ്ററിക്ക് വേണ്ടി നമുക്കിത് ബൾക്കായിട്ട് ഓർഡർ കിട്ടിയിട്ടുണ്ട്. ഇത് വ്യാപകമായിട്ട് ഇന്ത്യ ഗവൺമെൻറ് ഇത്തരം ഡ്രോണുകളുടെ കമ്പനികൾ പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്കും ഗവൺമെൻറ്റിൽ നിന്ന് നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട്. ഈ ഡ്രോണുകളെല്ലാം ഉപയോഗിക്കണമെങ്കിലും ഫ്ലൈ ചെയ്യണമെങ്കിലും, നമുക്ക് പബ്ലിക്കായിട്ട് ഫ്ലൈ ചെയ്യണമെങ്കിലും നമുക്ക് ലൈസൻസ് ആവശ്യമുണ്ട്. ആ ലൈസൻസ് ഇവിടെ കേരളത്തിൽ 2-3 സ്ഥലങ്ങളിൽ ഇതിൻ്റെ ലൈസൻസ് ഉള്ള സ്ഥാപനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. അതല്ലാതെ ഈ ഡ്രോണുകൾ ഇപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾ മേടിച്ചിട്ട് മേടിച്ച് ഉപയോഗിക്കാനുള്ളൊരു കാര്യമാണെങ്കിൽ ഞാൻ അതിൻ്റെ സെപ്പറേറ്റ് സിംഗിൾ ഡേ ട്രെയിനിങ് പ്രാക്ടിക്കലായിട്ട് കൊടുക്കുന്നുണ്ട്. അതല്ല, നമുക്ക് DGCയുടെ ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ പബ്ലിക്കായിട്ട് ഫ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ലൈസൻസ് നമ്മളുടെ ഗവൺമെൻറ്റായിട്ട് സഹകരിച്ചുകൊണ്ട് കേരള ഗവൺമെൻറ്റിൻ്റെ പല സ്ഥാപനങ്ങളുണ്ട്, അവിടുത്തെ അഡ്രസ്സ് കൊടുത്ത് അവിടെ ലൈസൻസ് എടുത്തു കഴിഞ്ഞാലാണ് ഇത് പബ്ലിക്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ.